ഹായ്, ഇവിടെ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു പഴയ ബേബി ബെഡ് യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ എൻ്റെ വർക്ക്. അപ്പോൾ എൻ്റെ റിബൺ എംബ്രോയിഡറീസ് കുറേ ഷെൽഫിനകത്ത് പൊടി പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ അത് വെച്ച് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഈ എംബ്രോയിഡറിയാണ് ഇന്നത്തെ താരം. എംബ്രോയിഡറി ചെറിയൊരു കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതേ സൈസിൽ മറ്റൊരു കോട്ടൺ ക്ലോത്ത് എടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴയ മുണ്ടാണ് കേട്ടോ, കോട്ടൻ്റെ. അപ്പോൾ വൈറ്റ് കോട്ടൺ ക്ലോത്തും എംബ്രോയിഡറി ക്ലോത്തിൻ്റെ അതേ സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് എംബ്രോയിഡറിയുടെ 3 സൈഡും ഉള്ളിലേക്ക് മടക്കി തുന്നുന്നുണ്ട് കേട്ടോ. അതായത് നല്ല വശത്തുനിന്ന് മോശം വശത്തിലേക്ക് മടക്കി അടിച്ചു കൊടുക്കുകയാണ് 3 വശവും. അതേപോലെ തന്നെ കോട്ടൺ ക്ലോത്തും നമ്മൾ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എംബ്രോയിഡറി ചെയ്ത ക്ലോത്തിൻ്റെയും വൈറ്റ് ക്ലോത്തിൻ്റെയും 2 സൈഡും പിന്നെ മുകളിലത്തെ ഭാഗമാണ് മടക്കി അടിച്ചത്. പിന്നെ മടക്കി അടിക്കുമ്പോൾ എംബ്രോയിഡറി ചെയ്ത ക്ലോത്തിനേക്കാളും സൈസ് കുറച്ചിട്ടാണ് ഞാൻ വൈറ്റ് ക്ലോത്ത് അടിക്കുന്നത്. അതായത് എംബ്രോയിഡറി ക്ലോത്തിൻ്റെ മുകളിലത്തെ ഭാഗം കുറച്ച് ഇങ്ങനെ ബാക്കി വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് എംബ്രോയിഡറി ക്ലോത്തിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഉള്ളിലേക്ക് മടക്കി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ 2 സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ, മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഒരു ക്യാപ്പ് വരുന്ന രീതിയിലാണ് ഞാനത് മടക്കി അടിക്കുന്നത്. പിന്നെ നമ്മുടെ എംബ്രോയിഡറി ക്ലോത്തിൻ്റെ നല്ല ഭാഗവും കോട്ടൺ ക്ലോത്തിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഞാൻ 3 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴത്തെ ഭാഗവും 2 സൈഡുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു പില്ലോ കവറാണ്. അതിനെ നല്ല ഭാഗത്തേക്ക് തിരിച്ചിട്ടപ്പോൾ ഇതാണ് കേട്ടോ ലുക്ക്. അങ്ങനെ പില്ലോ കവർ റെഡിയായി. ഇനി വേണ്ടത് ഉള്ളിലേക്ക് നമുക്ക് ആ ഒരു ബേബി ബെഡിൻ്റെ ഉള്ളിലെ ഫൈബർ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊരു അതേ സൈസിൽ 2 പീസ് കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതും 3 സൈഡും കംപ്ലീറ്റ് ആയിട്ടും, അതേപോലെ ഒരു സൈഡ് ചെറിയൊരു ഗ്യാപ്പ്, നമ്മുടെ ഈ ഫൈബർ ഫില്ല് ചെയ്യാൻ ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ വെക്കണം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഫൈബർ കൂടി നിറയ്ക്കുമ്പോഴേക്ക് നമ്മുടെ പില്ലോ റെഡിയായി. പില്ലോ കവറിലേക്ക് പില്ലോ കൂടി വെക്കുമ്പോഴേക്ക് എൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ?